നമ്മൾ അടുത്ത് നോക്കുന്ന സെക്ഷനാണ് സ്ക്യൂനസ് ആൻഡ് കർട്ടോസിസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ പോർഷനാണ് സ്ക്യൂനസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ക്യൂനസ് എന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഫ്രീക്വൻസി ഡാറ്റയിൽ എന്താണ് സിമെട്രി എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ഒരു ഫ്രീക്വൻസി ഡാറ്റ എപ്പോഴാണ് സിമെട്രിക് എന്ന് പറയുന്നത്? ഒരു ഫ്രീക്വൻസി ഡാറ്റ സിമെട്രിക് എന്ന് പറയുകയാണെങ്കിൽ ആ ഫ്രീക്വൻസി ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഫ്രീക്വൻസി കർവ് വരയ്ക്കുകയായിരിക്കും. അപ്പോൾ എക്സ് ആക്സിസിൽ എക്സ് വാല്യൂസും വൈ ആക്സിസിൽ ഫ്രീക്വൻസിയും എടുത്തിട്ട് ഞാനൊരു ഫ്രീക്വൻസി കർവ് വരയ്ക്കുകയാണെങ്കിൽ ആ ഫ്രീക്വൻസി കർവ് ഒരു സിമെട്രിക് ആയിട്ടുള്ളൊരു കർവ് ആയിരിക്കും. സിമെട്രിക് ആയിട്ടുള്ള കർവാണ് എന്ന് പറഞ്ഞാൽ ആ ഫ്രീക്വൻസി കർവിൻ്റെ കറക്റ്റ് നടുവിലായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒന്നും മറ്റൊന്നിൻ്റെ മിറർ ഇമേജ് പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡാറ്റേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമെട്രിക് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനത്തെ ഡാറ്റകളാണ് സിമെട്രിക് ആയിട്ട് ഉണ്ടാവുക എന്ന്. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. അവിടെ ക്ലാസ്സുകളും ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. ദിസ് ഇസ് എ സിമെട്രിക് ഡാറ്റ. കാരണം ഇവിടുത്തെ വാല്യൂസ് പോകുന്നു നോക്കൂ. ഒരു സെൻട്രൽ വാല്യൂ, സെൻട്രലിൽ നിന്ന് എന്താണ് ഒരേപോലെയാണ് നമ്മൾ വാല്യൂസ് കൂടിയിട്ട് ഒരു മാക്സിമം എത്തിയിട്ട് അതേ പാറ്റേണിൽ തന്നെയാണ് താഴെ പോയിരിക്കുന്നത്. ഇവിടെ 3, 5, 12, 15 അത് മാക്സിമം എത്തി. അതിനുശേഷം അതേ പാറ്റേണിൽ തന്നെ താഴേക്ക് വരികയാണ് 12, 5 and 3. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡാറ്റ ഇതൊരു സിമെട്രിക് ആയിട്ടുള്ള ഡാറ്റയാണ് അല്ലേ. ഈ ഡാറ്റേനെ നമ്മൾ ഒരു ഫ്രീക്വൻസി കേർവിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് എ ഫ്രീക്വൻസി കേർവ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു സിമെട്രിക് ആയിട്ടുള്ളൊരു കേർവാണ്. കണ്ടില്ലേ? ഈ കേർവിനെ നമ്മൾ കറക്റ്റ് ഇപ്പം നടുവിലായിട്ട് കറക്റ്റ് നടുവിൽ നമ്മൾ മുറുക്കുകയാണെന്ന് വെച്ചാൽ ഈ സൈഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഒന്നും മറ്റൊന്നിൻ്റെ മിറർ ഇമേജ് പോലെയുണ്ട്. അങ്ങനത്തെ കേർവിനെയാണ് നമ്മൾ സിമെട്രിക് കേർവ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലും നമുക്ക് ഇതേപോലത്തെ കേർവുകൾ കിട്ടണമെന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതായത് സിമെട്രി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടല്ലോ, സിമെട്രി ഇല്ലാത്ത അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്യൂനസ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് സ്ക്യൂനസ്? സ്ക്യൂനസ് മീൻസ് ലാക്ക് ഓഫ് സിമെട്രി. ലാക്ക് ഓഫ് സിമെട്രി. അപ്പം സിമെട്രിക് ആയ ഡാറ്റയിൽ ആ ഡാറ്റയുടെ മിഡിൽ വാല്യൂവിൻ്റെ ചുറ്റും വാല്യൂസ് ഒരേപോലെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ സ്ക്യൂഡ് ഡാറ്റ നമ്മൾ വരയ്ക്കുകയാണെന്ന് വെച്ചാൽ അതേപോലെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഡാറ്റയിൽ ഒരു സൈഡിലേക്കായിരിക്കും കോൺസെൻട്രേഷൻ, ഈ സൈഡിലേക്കായിരിക്കും ചിലപ്പോൾ കോൺസെൻട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ഈ ഷേപ്പിലായിരിക്കും നമുക്ക് കേർവ് കിട്ടിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഡാറ്റ വാല്യൂസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സൈഡിലേക്കായിരിക്കും കോൺസെൻട്രേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഡാറ്റകളുണ്ട്. ദിസ് ഇസ് എ സിമെട്രിക് ഡാറ്റ. ദിസ് ഇസ് സിമെട്രിക്. ആൻഡ് ഈ രണ്ട് വരച്ചിരിക്കുന്ന ഡാറ്റകൾ ദേ ആർ സ്ക്യൂഡ് ഡാറ്റാസ്. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ദി ഒബ്സർവേഷൻസ്, ഇവിടെ നമ്മൾ മിഡിൽ പോർഷനിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ വന്നിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഈ ഫസ്റ്റ് ഡാറ്റയിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഡാറ്റയാണ് നമ്മൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ എന്ന് പറയും. ദിസ് ഇസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയും. ആൻഡ് ഇവിടെ നോക്കുക, ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ഡാറ്റയാണ് നമ്മൾ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ എന്ന് പറയും. നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ. അപ്പോൾ ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റയിൽ ഒരു ലോങ് ടെയില് നമ്മൾ റൈറ്റ് സൈഡിലേക്കായിട്ടും ആൻഡ് ഒരു നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റയിൽ ഒരു ലോങ് ടെയില് ലെഫ്റ്റ് സൈഡിലേക്കായിട്ടും ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഡാറ്റ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം എങ്ങനത്തെ ഡാറ്റകളാണെന്ന്. അപ്പോൾ നോക്കൂ, ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ദി ഡാറ്റ എവിടെയാണ് കൂടുതൽ? ഈ സ്റ്റാർട്ടിംഗ് പോയിന്റുകളാണ് കൂടുതൽ ഒബ്സർവേഷൻസ് കിടക്കുന്നത് അല്ലേ. അപ്പം ഇവിടെയാണ് കോൺസെൻട്രേഷൻ കൂടുതൽ. ദിസ് ഇസ് എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ. ദിസ് ഇസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ. ഇതൊരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഡാറ്റയാണ്. അതേപോലെ മറ്റൊരു എക്സാമ്പിളിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇവിടെ നോക്കൂ, ഈ ടെയിൽ എൻ്റെ എവിടേക്കാണ്, അതായത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് താഴേക്ക് പോകുമ്പോഴാണ് വാല്യൂസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നത്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ഈ ഷേപ്പിലാണ് നമുക്ക് കേർവ് കിട്ടുന്നത്. ദിസ് ഈസ് എ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്യൂനസ് പറയുന്നത്. അപ്പോൾ സ്ക്യൂനസ് രണ്ട് തരത്തിലുണ്ട്. ഇറ്റ് ക്യാൻ ബി ഐദർ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഓർ നെഗറ്റീവ്ലി സ്ക്യൂഡ്. അപ്പോൾ സിമെട്രി നഷ്ടപ്പെടുന്ന രണ്ടവസ്ഥകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിമെട്രിക് ഡാറ്റ നമ്മൾ നോക്കുന്നു അല്ലേ. അപ്പോൾ സിമെട്രിക് ഡാറ്റ നമ്മൾ പറഞ്ഞു ഇങ്ങനെയായിരിക്കും എൻ്റെ കേർവ് ഉണ്ടാവുക അല്ലേ. എന്നാൽ ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റയാണെങ്കിൽ അതിൻ്റെ കേർവ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇവിടേക്കായിരിക്കും കോൺസെൻട്രേഷൻ ആൻഡ് ലോങ് ടെയിൽ ഈ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ഒരു ലോങ് ടെയിൽ ഉണ്ടാവും. ആൻഡ് ഫോർ എ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ നമുക്കറിയാം ലോങ് ടെയിൽ എവിടെയൊക്കെയാണ്? നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഉണ്ടാവുക.
അല്ലേ? അപ്പോൾ ഒരു സിമെട്രിക് ഡാറ്റയുടെ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, സ്ക്യൂനെസ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെയുള്ള നോക്കാം. അപ്പോൾ ഒരു സിമെട്രിക് ഡാറ്റയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഒരു ഡാറ്റ അല്ലെങ്കിൽ സിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീനും മീഡിയനും മോഡും തുല്യമായിരിക്കും. മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ്. ഇതാണ് ഒരു സിമെട്രിക് ഡാറ്റയുടെ ഒരു പ്രത്യേകത. അപ്പോൾ സിമെട്രി നഷ്ടപ്പെടുന്ന കാര്യം, നമ്മൾ എത്രത്തോളമാണ് സിമെട്രി നഷ്ടപ്പെട്ടത്, അതായത് ഡാറ്റ എത്രത്തോളം സ്ക്യൂഡ് ആണ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഈ പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീനും മീഡിയനും മോഡൊന്നും തുല്യമായിരിക്കും അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വെച്ചാൽ സ്ക്യൂനെസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സിമെട്രിക് ഡാറ്റയുടെ പ്രത്യേകത, ഒരു സിമെട്രിക് ആയിട്ടുള്ള ഡാറ്റയാണെങ്കിൽ നമ്മൾ ക്വാർട്ടൈലുകളുണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു ക്വാർട്ടൈൽസ്? Q1, Q2 ആൻഡ് Q3. ഒരു സിമെട്രിക് ഡാറ്റയിൽ ഈ ക്വാർട്ടൈലുകൾ, ഇപ്പോൾ Q1 പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇവിടെ വന്നിട്ടുണ്ട്, ആൻഡ് Q2 പറഞ്ഞാൽ കറക്റ്റ് മിഡിൽ വന്നിട്ടുണ്ടാവും, ആൻഡ് Q3 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും ഫോർ എ സിമെട്രിക് ഡാറ്റ. അതായത് ഫോർ എ സിമെട്രിക് ഡാറ്റ Q1 ആൻഡ് Q3 ആർ ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം Q2. ഇക്വിഡിസ്റ്റൻറ്റ്, ഒരേ ഡിസ്റ്റൻസിലായിരിക്കും Q1ഉം Q3യും എവിടുന്ന്? Q2ന്ന്. അതായത് ഈ ഡിസ്റ്റൻസും അതേമാതിരി ഈ ഡിസ്റ്റൻസും തുല്യമായിരിക്കും. Q1, Q3 ആർ ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം Q2. അതാണ് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ അതിൽ മെഷേഴ്സ് കാണുന്നത്. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഫോർ എ സിമെട്രിക് ഡാറ്റ, ഒരു സിമെട്രിക് ഡാറ്റയിൽ മ്യൂ1 എല്ലാവർക്കും 0 ആണ്. ഫസ്റ്റ് സെൻട്രൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും 0 ആണ്. Mu3 വിൽ ബി 0, Mu5 വിൽ ബി 0. അങ്ങനെയാണ് ഒരു സിമെട്രിക് ഡാറ്റയുടെ മറ്റൊരു പ്രോപ്പർട്ടി. അതായത് ഓഡ് സെൻട്രൽ മൂവ്മെൻറ്റുകളുണ്ടല്ലോ, Mu1, Mu3, Mu5, Mu7, Mu9, അങ്ങനത്തെവരെല്ലാം ഒരു സിമെട്രിക് ഡാറ്റയിൽ അവരുടെ വാല്യൂസ് എല്ലാം 0 ആയിരിക്കും. അപ്പോൾ അതാണ് സിമെട്രിക് ഡാറ്റയുടെ പ്രത്യേകത. അപ്പോൾ ഒരു സ്ക്യൂഡ് ഡാറ്റയിൽ ഈ പ്രോപ്പർട്ടീസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഒരു സ്ക്യൂഡ്നെസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടീസ് എല്ലാം വയലേറ്റ് ചെയ്യുന്നത് നോക്കിയിട്ടാണ്. അപ്പം നമ്മൾ പോസിറ്റീവ്, അപ്പോൾ സിമെട്രിക് ഡാറ്റയിൽ നമ്മൾ പറഞ്ഞു മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ്. അപ്പോൾ ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റയാണെങ്കിൽ അതിൽ മീൻ വിൽ ബി ഗ്രേറ്റർ ദാൻ മീഡിയൻ ആൻഡ് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ മോഡ്. അപ്പോൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റയിൽ ആരായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക? മീനായിരിക്കും വലിയ വാല്യൂ ഉണ്ടാവുക. സിമെട്രിക് ഡാറ്റയിൽ ഈക്വലാണ് പറഞ്ഞു. നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റയുടെ കാര്യം എന്താണ്? മീൻ ഇസ് ലെസ് ദാൻ മീഡിയൻ ഇസ് ലെസ് ദാൻ മോഡ്. ഇവിടെ മോഡാണ് ഏറ്റവും വലുതായിട്ടുണ്ടാവുക. മോഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഏറ്റവും കൂടുന്ന വാല്യൂ അല്ലേ? ഇതാണ് മോഡ് വരുന്നത്. ഇതിന് നേരെയാണ് മോഡ് വരിക. അപ്പോൾ ഇവിടെ കറക്റ്റ് സെൻട്രലിൽ മോഡ് വരുന്നു, ആൻഡ് ഇവിടെ ഏതാ മോഡ് വരുന്നത്? മോഡ് ഇതാ ചെറിയ വാല്യൂ അല്ലേ, ഇവിടുന്ന് അങ്ങോട്ടല്ല വാല്യൂസ് കൂടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്യൂനെസ് പറയുന്നത്. പിന്നെ നമ്മൾ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ ഒരു സിമെട്രിക് ഡാറ്റയിൽ, അത് വയലേറ്റ് ചെയ്യുന്ന കേസുകൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ 3 മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ നമ്മൾ നോക്കുന്നത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അപ്പോൾ ഈ കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഏത് പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുമ്പോഴാണെന്ന് അറിയോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോർ എ സിമെട്രിക് ഡാറ്റ മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ബേസിസിലാണ് ആരാ പറയുന്നത്? കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്താണ് എന്ന് പറയുന്നത്. അപ്പോൾ കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിന് നമ്മൾ SK, സ്ക്യൂനെസ്സിനാണ് SK, പിയേഴ്സൺ ഉള്ളതിന് P എന്ന് കൊടുക്കുന്നു. അപ്പോൾ SKP ഇസ് ഈക്വൽ ടു, ദിസ് ക്യാൻ ഐദർ ബി റിട്ടൺ ആസ് മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് അതിൻ്റെ ഒരു ഫോർമുല. പക്ഷേ ഈ മോഡ് വരുന്ന ഫോർമുലകൾ നമ്മൾ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം മോഡ് പല ഡാറ്റയുടെ കേസിലും ഇൽ ഡിഫൈൻഡ് ആയിരിക്കും. ചിലപ്പോൾ മോഡ് നമുക്ക് കിട്ടാത്ത കേസുകളൊക്കെ വരും. അപ്പം ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് മീൻ മൈനസ് മോഡിന് നമ്മളൊരു എംപെരിക്കൽ റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു 3 ടൈംസ് മീൻ മൈനസ് മീഡിയൻ. അപ്പോൾ നമുക്ക് ഈ ഫോർമുല എങ്ങനെയും കൂടി എഴുതാം. SKP എന്ന് പറയുന്നത്, അതായത് കാൾ പിയേഴ്സൻ്റെ ഫോർമുല ക്യാൻ ബി റിട്ടൺ ആസ് 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഈ 2 ഫോർമുല നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് അതിൻ്റെ ബേസിസിൽ. അപ്പം ഈ പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാൾ പിയേഴ്സൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് ക്വാർട്ടൈൽസിൻ്റെ ബേസിസിലുള്ള ഒരു മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ്. ക്വാർട്ടൈൽസിൻ്റെ ബേസിസിലുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ക്വാർട്ടൈൽസിൻ്റെ ഒരു പ്രോപ്പർട്ടി സിമെട്രിക് ഡാറ്റയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് Q1ഉം Q3യും
Q2 ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക, സെയിം ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതേ സെയിം ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ അത് വെച്ചിട്ടാണ്, അതിൻ്റെ ബേസിസിലാണ് ആരെ പറയുന്നത്, ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് പറയുന്നത്. അത് ഞാൻ SKB, ബൗളി എന്നുള്ളതിൻ്റെ B എന്ന് എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു Q3 പ്ലസ് Q1 മൈനസ് 2Q2 ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1. ഇതാണ് ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിനുള്ള ഫോർമുല. ഇനി അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൂമെൻറ്റ്സ്. അപ്പോൾ മൂമെൻറ്റ്സിൻ്റെ ബേസിസുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോർ എ സിമെട്രിക് ഡാറ്റ എല്ലാ ഓഡ് സെൻട്രൽ മൂമെൻറ്റ്സും എന്തായിരിക്കും, 0 ആയിരിക്കും. μ1ൻ്റെ കാര്യം പറയേണ്ട, μ1 എല്ലാ കേസിലും 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ μ3 0 ആയിരിക്കും, μ5 0 ആയിരിക്കും, μ7 0, μ9, μ11 അങ്ങനെയുള്ള എല്ലാ ഓഡ് സെൻട്രൽ മൂമെൻറ്റുകളും 0 ആയിരിക്കും. അപ്പോൾ ഈ μ3 0 ആണ് എന്നുള്ളതിൻ്റെ ബേസിസിൽ, അതിൻ്റെ ബേസിസിലുള്ള ഒരു സ്ക്യൂനെസ് മെഷറാണ് നമ്മൾ നോക്കുന്നത്. അപ്പം കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൂമെൻറ്റ് നമ്മൾ β1 എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. വട്ട് ഈസ് β1? β1 ഇസ് ഈക്വൽ ടു μ3 സ്ക്വയർ ഡിവൈഡഡ് ബൈ μ2 ക്യൂബ്. അപ്പം സിമെട്രിക് ആയുള്ള ഡാറ്റയിൽ μ3 0 ആയിരിക്കും അല്ലേ. അപ്പോൾ സിമെട്രിക് അല്ലാത്ത ഡാറ്റയിൽ μ3 0 ആയിരിക്കില്ല. അപ്പോൾ എത്രത്തോളം ആണ് സ്ക്യൂനെസ് വന്നിരിക്കുന്നതെന്ന് ഇതിൻ്റെ ബേസിസിൽ നമുക്ക് മെഷർ ചെയ്യാം. ഇവിടെ μ3 എന്ന് പറയുന്നത് തേർഡ് സെൻട്രൽ മൂമെൻ്റ് ആണ്, μ2 എന്ന് പറയുന്നത് സെക്കൻഡ് സെൻട്രൽ മൂമെൻ്റ് ആണ്. മറ്റൊരു കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൂമെൻറ്റ്സും കൂടിയുണ്ട്. ഇറ്റ്സ് γ1. γ1 ഇസ് റൂട്ട് ഓഫ് β1. γ1 എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് ഓഫ് β1 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു μ3 ഡിവൈഡഡ് ബൈ μ2 റൂട്ട് ഓഫ് μ2 ക്യൂബ് അല്ലേ. ഇതാണ് നമ്മൾ റൂട്ട് ഓഫ് β1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ മെഷേഴ്സ് എല്ലാം നോക്കിയിട്ട് നമ്മൾ സ്ക്യൂനെസ് മനസ്സിലാക്കാം. അതിൻ്റെ സൈന് നോക്കിയിട്ട്, അതപ്പോൾ ഇവിടെ SKPയുടെ സൈന് നോക്കിയിട്ട് പോസിറ്റീവ് കിട്ടിയാലാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം പോസിറ്റീവ്ലി സ്ക്യൂഡാണ്. ഇവിടുത്തെ ആൻസർ നോക്കിയിട്ട് ഇവിടെ പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ എനിക്ക് പറയാം ദിസ് ഇസ് പോസിറ്റീവ്ലി സ്ക്യൂ. ആൻഡ് β1 ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, β1ൻ്റെ സൈൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? അത് μ3 സ്ക്വയർ ആണ്. μ3 സ്ക്വയർ പറഞ്ഞാൽ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും, സ്ക്വയർഡ് ക്വാണ്ടിറ്റിയാണ്. പിന്നെ μ2 ക്യൂബ്, μ2 ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ അതിൻ്റെ ക്യൂബ് എടുത്താൽ അതും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ എപ്പോഴും പോസിറ്റീവ് ആൻസറേ കിട്ടുള്ളൂ β1. പക്ഷേ നമ്മൾ നോക്കാൻ പോകുന്നത് μ3ൻ്റെ സൈനാണ്. μ3 എന്ന് പറയുന്ന ആളുടെ സൈൻ നോക്കി μ3 നെഗറ്റീവ് ആണെങ്കിൽ, μ3 ഈസ് നെഗറ്റീവ് മീൻസ് എന്താണ്, നമ്മൾ സ്ക്യൂനെസ് നെഗറ്റീവ് സ്ക്യൂനെസ് ആയിരിക്കും. μ3 പോസിറ്റീവ് ആണെങ്കിൽ ദ ഡാറ്റ വിൽ ബി പോസിറ്റീവ്ലി സ്ക്യൂഡ്. അപ്പോൾ μ3യുടെ സൈന് നോക്കിയിട്ടാണ് ഇവിടെ നമ്മൾ പോസിറ്റീവ് സ്ക്യൂനെസ് ആണോ നെഗറ്റീവ് സ്ക്യൂനെസ് ആണോ എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. നമ്മൾ നോക്കുന്നത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അപ്പോൾ ഫൈൻഡ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഗിവൺ മീൻ ഇസ് ഈക്വൽ ടു 58, മീഡിയൻ ഇസ് ഈക്വൽ ടു 62 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 16 അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ മീനും മീഡിയനാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് SKP ഇസ് ഈക്വൽ ടു 3 ടൈംസ് മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ഫോർമുലയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 58 മൈനസ് 62 divided by standard deviation which is 60. That is 3 into minus 4 divided by 16 which is minus 0.75. അപ്പം നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ് നമ്മളെ ഡാറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ മോഡറേറ്റ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എർത്തമാറ്റിക് മീൻ ഇസ് ഈക്വൽ ടു 160. മീൻ തന്നിട്ടുണ്ട്, മോഡ് തന്നിട്ടുണ്ട് 157 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 50. ഫൈൻഡ് പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. അപ്പം മോഡ് തന്ന സ്ഥിതിക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല SKP ഇസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ള ഫോമാണ്. വിച്ച് ഇസ് ഈക്വൽ ടു മീൻ ഇസ് 160 മൈനസ് 157 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 50 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 0.06. ഇവിടെ ഡാറ്റ പോസിറ്റീവ്ലി സ്ക്യൂഡാണ്. ഇത് പോസിറ്റീവ് വാല്യൂ അല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ്ലി സ്ക്യൂഡാണ് ഡാറ്റ.